വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഇരുപത്തി ഒമ്പതാമത് IFFK ഡിസംബർ മാസം 13 മുതൽ 20 വരെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. സാംസ്കാരിക നേതൃത്വത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആണ് IFFK മത്സരം പരിപാടി സംഘടിപ്പിക്കുന്നത്. 13-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹോങ്കോങ്ങിലെ സംവിധായിക ആൻ ഹ്യൂയിക്ക് ആ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ തൊഴിലുറപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, MLA ശ്രീ VK പ്രസാദ്, മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, സാംസ്കാരിക വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജനൻ കോബ്രഗഡെ IAS, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ IAS, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാർ അടക്കം ഷാജിയൻ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. പിന്നീട് അവിടെ അവതരിപ്പിക്കുന്ന സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ. ആ സിനിമ അവിടെ തന്നെ അവതരിപ്പിക്കും. അതിന്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്ന നോട്ടിൽ പ്രതിപാദിച്ചിലേക്ക് പോകുന്നു. ഈ വർഷത്തെ മേള കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആകർഷകമാക്കുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചത്. 13 മുതൽ 20 വരെ 15 തിയേറ്ററുകളായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നായി 177 സിനിമകൾ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും, മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും, ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തി. മുൻനിര മേളകളിൽ പ്രേക്ഷകപ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് മറ്റൊരു ആകർഷണമായി. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ടിൽ വരുന്നു. പുരസ്കാരങ്ങൾ ജൂറി മറ്റൊരു പ്രത്യേകതയാണ്. മികച്ച ചിത്രത്തിലുള്ള സുവർണ ചകോരത്തിന് അർഹമാകുന്ന സിനിമയ്ക്ക് 20 ലക്ഷം രൂപ ലഭിക്കും. അതിന്റെ വിശദാംശങ്ങളും ഈ നോട്ടിൽ നിങ്ങളുടെ കൈവശം തരുന്നു. മറ്റൊരു പ്രത്യേകത ഹോമേജാണ്. മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് മേളയുടെ ഭാഗമായി ഡിസംബർ 14 വൈകിട്ട് 6 മണിക്ക് നില തിയേറ്ററിൽ സംഘടിപ്പിക്കും. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രമുഖ വ്യക്തികളെ
ആദരിക്കും. അവരുടെ സ്മരണാഞ്ജലി എല്ലാം അവിടെ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വിശദാംശങ്ങളിൽ പോകുന്നത് ഡിജിറ്റൽ ആൻഡ് എക്സിബിഷൻ മറ്റൊരു പ്രത്യേകത. 29ാമത് IFFKയുടെ ഭാഗമായി 50 ലോക ചലച്ചിത്രാചാര്യർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, മുതിർന്ന നടിമാർക്ക് ആദരം നൽകുന്ന ഒരു പരിപാടി ഈ വർഷം പ്രത്യേകമായി സംഘടിപ്പിക്കുകയാണ്. മലയാള സിനിമാ രംഗത്ത് '80കൾ വരെ തിളങ്ങിയ മുതിർന്ന നടിമാരെയാണ് ആദരിക്കുന്നത്. ഡിസംബർ 15 ഞായറാഴ്ച വൈകിട്ട് 6:30 മാനവീയ വീതിയിലാണ് ചടങ്ങ് നടക്കുന്നത്. KR വിജയ, TR ഓമന, വിദ്വാല അടക്കം ഏതാണ്ട് 25ഓളം ഈ രംഗത്തെ പ്രമുഖരായ നടിമാരെയാണ് ആദരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പേര് ഈ നോട്ടിൽ നൽകുന്നു. ഈ വർഷം മറ്റൊരു പ്രത്യേകത സ്മൃതി ദീപ പ്രയാണമാണ്. അനശ്വര ചലച്ചിത്ര പ്രതിഭകളായ JC ദാനിയൽ, PK റോസി, സത്യൻ, പ്രേം നസീർ, നെയ്യാറ്റിൻകര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് ഏതാണ്ട് രാവിലെ തന്നെ ദീപശിഖ പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 6:30 മാനവീയ വീതിയിൽ P. ഭാസ്കരൻ പ്രതിമയ്ക്ക് മുന്നിൽ ഈ പരിപാടിയുടെ ഭാഗമായി ദീപം തെളിയിച്ചുകൊണ്ട് ഈ വർഷത്തെ IFFK ആരംഭിക്കും. അനുബന്ധ പരിപാടികളായി ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദ ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ എന്നിവ ഉണ്ടാവും. ഇത് കൂടാതെ മാനവീയ വീതിയിൽ ഡിസംബർ 14 മുതൽ 19 വരെ മറ്റൊരു പ്രത്യേകത എന്നതിൽ വൈകുന്നേരങ്ങൾ കലാപരിപാടികൾ സംഘടിപ്പിക്കും. അനിത ഷെയ്ഖ്, ദിവ്യ നായർ, പുഷ്പവതി, പ്രാർത്ഥന, അതുപോലെ തന്നെ ഫംഗസ് ബാൻഡ്, ONV കൊയർ അടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ ടീമുകളുടെ സംഗീത പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. 20 നിശാഗന്ധിയിൽ സമാപന ചടങ്ങിന് മുന്നോടിയായി രാജേഷ് ചേർത്തലയുടെ പരിപാടി സംഘടിപ്പിക്കും. ഉദ്ഘാടന ദിവസം 13-ാം തീയതി കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ സമാപന ചടങ്ങിൽ സംബന്ധിക്കും. ഇതാണ് നിങ്ങളുടെ മുമ്പാകെ പറയാൻ. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഏതാണ്ട് വിശദ വിവരങ്ങളെല്ലാം ഇവിടെ പറയുകയുണ്ടായി. ചിലത് മാത്രമാണ് ഇതിനോട് കൂടിച്ചേർക്കാനുള്ളത്. ഇപ്പൊ തന്നെ മേളയുടെ ഒരു പ്രാരംഭ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ 27-ാം തീയതി കേരളത്തിന്റെ പോരാട്ടങ്ങളുടെ ഭൂമികയായ കയ്യൂരിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ടൂറിംഗ് ടോക്കീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമ്മളൊരു ടൂറിംഗ് ടോക്കീസിന്റെ ഒരു സംസ്ഥാനതല ഒരു പ്രയാണം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം അവിടെ ആയി കഴിഞ്ഞു. 14 ജില്ലകളിൽ, വയനാട് ഒഴികെ നമ്മൾ എല്ലാ ജില്ലകളിലും അതൊരു സാംസ്കാരിക പരിപാടിയായിട്ട് തന്നെ സംഘടിപ്പിച്ച് അവർക്ക് സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രധാന വ്യക്തിത്വങ്ങളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ചില ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് 27-ാം തീയതി മുതൽ അത് തലസ്ഥാന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ അത് എല്ലാ ജില്ലകളിലും അതൊരു വലിയ വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു പരിപാടിയായിട്ട് ചലച്ചിത്രമേളയുടെ തുടക്കമായിട്ട് അതിങ്ങനെ
വരുന്നു. അത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴാണ് നമ്മൾ മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള JC ഡാനിയലിന്റെ ആ സ്മാരകത്തിൽ നിന്ന് ദീപശിഖ തെളിയിച്ച് അത് നെയ്യാറ്റിൻകര കോമളം എന്ന് പറയുന്ന ആദ്യകാല നായികയിലൂടെ അവിടെ നിന്ന് ആ ദീപശിഖ പ്രയാണം വീണ്ടും വരുന്നു. ഇടയ്ക്ക് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ അനശ്വര പ്രതിഭകളുടെ സ്മരണകൾ ഇരമ്പുന്ന മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നമ്മൾ ഈ ദീപശിഖയ്ക്ക് അവിടെ ഒരു സ്വീകരണമുണ്ട്. അവിടെ ആ മഹാപ്രതിഭകളുടെ മുഴുവൻ, മലയാള സിനിമ എന്ന് പറയുന്നത് കുറച്ച് നടന്മാരുടെയോ നടിമാരുടെയോ അല്ലല്ലോ, മാത്രമല്ലല്ലോ, ഒരുപാട് മഹാപ്രതിഭകൾ, സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, നിർമ്മാതാക്കൾ, അവരെല്ലാം ഓർത്തുകൊണ്ട് സാങ്കേതിക വിദഗ്ധർ, അവർക്കെല്ലാം ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ സ്മരണകളുടെ മണ്ണിൽ അത് അർപ്പിച്ച് അവിടെ നിന്ന് ഈ ജാഥ നേരെ പ്രേംനസീർ സ്മാരകം, അത് ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സാംസ്കാരിക സമുച്ചയം അവിടെ അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ആ കേന്ദ്രത്തിൽ നസീർ സാറിന്റെ സ്മരണ അവിടെ നിന്ന് ആ ദീപശിഖ, അത് അവിടുത്തെ MLA ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു വലിയ പരിപാടിയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ പ്രയാണം നേരെ PK റോസി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. മലയാള സിനിമയുടെ ഒരു അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന്റെ ഒരു വലിയ പ്രതീകമായി നമ്മളിവിടെ അവരെ അട്ടിപ്പഴിച്ച ഒരു ആദ്യകാല സിനിമയിൽ ഒരു സവർണ കഥാപാത്രം അവതരിപ്പിച്ചത് കൊണ്ട് ഒരു ദളിത് യുവതിയെ ഒരു കലാകാരിയെ നമ്മൾ ആട്ടി ഓടിച്ചതിന്റെ ഓർമ്മകൾ കൂടിയുണ്ട്. ആ ഒരു ഭൂമിയിൽ വട്ടിയൂർക്കാവിനടുത്താണ് അവരുടെ ഒരു കുടുംബം ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ബന്ധുക്കൾ എല്ലാം ചേർന്ന് ആ ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകുന്നു. അവിടെ MLA ശ്രീ VK പ്രശാന്ത് ഒക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് ആ പ്രയാണം വീണ്ടും മലയാളത്തിലെ അനശ്വര നടൻ സത്യൻ മാഷിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവനന്തപുരത്ത് പാളയത്തെ LMS സ്ക്വയറിൽ അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് ആ ദീപശിഖ അവിടെയും ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ഇടനാഴി മാനവീയം വീഥിയിൽ P. ഭാസ്കരൻ മാഷിന്റെ അദ്ദേഹത്തിന്റെ ശതാബ്ദി വർഷമാണിത്. അവിടെ അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു ആദരവായിട്ട് അത് മാറുന്നു. തൊട്ടിപ്പുറത്ത് വയലാർ ആ പ്രതിമയുണ്ട്. അവിടെ മാനവീയം വീഥിയിൽ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഡിസംബർ 13 മുതൽ 20 വരെ 12-ാം തീയതി വൈകുന്നേരമാണ് ഈ പരിപാടി അവിടെ സമാപിക്കുന്നത്. അവിടെ അത് ഈ 8 ദിവസങ്ങളിലും ഇത് ഇങ്ങനെ ജ്വലിച്ച് ഈ മേളയുടെ ഒരു പ്രതീകമായിട്ട് അതവിടെ ഉണ്ടാകും. ആ ദീപം അതിന്റെ ആ ഒരു ജ്യോതി മലയാള സിനിമയിലെ മുഴുവൻ ഇന്നോളമുള്ള എല്ലാ മഹാപ്രതിഭകളെയും ഓർത്തുകൊണ്ട് അവർക്ക് ആദരവർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജ്യോതി ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഉദ്ഘാടന വേദിയിലേക്ക് വരുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള മന്ത്രി വിശദീകരിച്ചു. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ മേളയുടെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അത് മറ്റൊന്നുമല്ല, മലയാള സിനിമയിലെ ഒരു സമീപകാല വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മൾ ലോക സിനിമയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള സ്ത്രീ പ്രതിഭകളെ, വനിതാ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയും അവരുടെ പ്രതിഭകളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായി കൂടി. അതൊരു സ്ത്രീപക്ഷ ഫെസ്റ്റിവൽ അങ്ങനെയൊന്നും ഒരു പദപ്രയോഗത്തിലേക്കൊന്നും പോകുന്നില്ല. എല്ലാ പുരുഷ പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീം, ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ ഫെസ്റ്റിവൽ വിഭാവന ചെയ്തിട്ടുള്ളത്. നമുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം, സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം, അതുപോലെ ജൂറിയുടെ അന്താരാഷ്ട്ര ജൂറിയുടെ ചെയർപേഴ്സൺ തുടങ്ങിയെല്ലാം അത് ഒരു നിയോഗം പോലെ ഇങ്ങനെ സംഭവിക്കുക കൂടിയായിരുന്നു. അത് നമ്മളൊരു ബോധപൂർവം സ്ത്രീകൾക്ക് അങ്ങനെ അതല്ല, അങ്ങനെ ഇത് യാദൃശ്ചികമായി തന്നെ സംഭവിച്ചു. അത് ഈ ഫെസ്റ്റിവലിന്റെ നമ്മളുടെ ഈ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പോലും 4 വനിതാ സംവിധായകരുടെ സാന്നിധ്യം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ അതുപോലെ 25ഓളം ഈ മുതിർന്ന നടിമാരെ നമ്മൾ ആദരിക്കുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്ന നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചതാണ്, എല്ലാവരെയും സമീപിച്ചതാണ്. പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു, ചിലർ പറയാനുള്ള സൗകര്യം, അനാരോഗ്യം, അതൊക്കെ മറികടന്നുകൊണ്ട് എത്തുകയാണ്. നമ്മളെല്ലാവരെയും ബന്ധപ്പെടുകയായിരുന്നു. അതിൽ വരാൻ പറ്റുന്നവരെ മുഴുവൻ അവരെല്ലാം വരാതിരിക്കുന്നവരെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുക. ഈ വരുന്നവര് അവരെല്ലാം ഈ വേദിയിൽ 15-ാം തീയതി നിശാഗന്ധിയിൽ അതൊരു ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയുണ്ട്. അതെല്ലാം അതിൻ്റെതായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തന്നെ ഒരു ഭാവനയിൽ വിരിച്ചതാണ്. ഈ ദീപശിഖ പ്രയാണം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു പുതുമവേണം ഈ ഒരു ഫെസ്റ്റിവൽ വ്യത്യസ്തമാകണമെന്ന തികഞ്ഞ അഭിപ്രായം, ആ ഒരു ഉറച്ച അത് നമ്മൾ പ്രാവർത്തികമാക്കുക കൂടിയാണ് ഈ ഫെസ്റ്റിവലിൽ. ഇത് വനിതകൾക്കുള്ള, അവരുടെ വലിയ പ്രതിഭകൾക്കുള്ള, ലോകമെമ്പാടുമുള്ള മലയാള സിനിമയിൽ അവരുടെ വലിയ സംഭാവനകളെ അടയാളപ്പെടുത്തുന്ന, ആദരിക്കുന്ന, അത് ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ ഒരു ഫെസ്റ്റിവലാണ് കൂടി. ഇതിന്റെ ഒരു പ്രസക്തി അതിവിടെ എടുത്ത് പറയേണ്ടതാണ്. താങ്ക് യു. എത്ര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്?
അതിനെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട. എല്ലാം നല്ല ഭംഗിയായി തന്നെ ഈ വർഷം വേണമെന്നുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ഗവൺമെന്റ് മാത്രം കുറ്റമല്ലല്ലോ. തരേണ്ടവര് തരാനുള്ള കാശ് തരാത്തതാണെന്ന കാര്യം മാറ്റി വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കേരള സംസ്ഥാനത്തിന്റെ കരുത്തും ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി സമ്പത്ത് സമാഹരിക്കുന്നു. ചില മേഖലകൾക്ക് നമ്മൾ മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. റൂൾ 300 പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലായിട്ട് 13,000 ഡെലിഗേറ്റ്സ് ഈ പരിപാടി പങ്കെടുക്കുക. ലോകതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലാണ് കേരളത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആർട്ട് ഫെസ്റ്റിവൽ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സമ്പത്ത് മുടക്കി മെച്ചപ്പെടുത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു ലോഭവും ഈ വർഷം ഉണ്ടാകില്ല എന്ന കാര്യം പറയാനാണ്. ചെലവല്ല നമ്മൾ മുടക്കില്ല, അവസാനം കണക്ക് ചോദിച്ചാൽ പറയാം. ലാസ്റ്റ് പറഞ്ഞാൽ പോലെ മുൻകൂട്ടി നമ്മൾ ഇത്ര അനുവദിച്ചു പറയണ്ട, എല്ലാം നമ്മൾ ചെലവാക്കും. നല്ല ഭംഗിയായിട്ട് നടത്തും. പരിപാടി കഴിയുമ്പോൾ അന്നൊരു കത്ത് തന്നാൽ മതി, കംപ്ലീറ്റ് കണക്കും എഴുതി കൈതരാം. ചലച്ചിത്ര അക്കാദമി സർക്കാരിന്റെ പുറകിൽ തന്നിട്ടില്ല. ഫെസ്റ്റിവൽ നടത്തി കഴിഞ്ഞാൽ അതിന് നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ പണം ഘട്ടം ഘട്ടമായിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ആ പരിപാടി കഴിയുമ്പോൾ തന്നെ അതിന് ചെലവാകുന്ന പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ ഞാൻ മന്ത്രിയായതിനു ശേഷം അക്കാദമിയുടെ സെക്രട്ടറി അതിനു വേണ്ടി ഇറങ്ങേണ്ടി ഞാൻ കേട്ടിട്ടില്ല. ഈ വർഷം ഒട്ടും ഇറങ്ങേണ്ടി വരത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങയുടെ ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ്. അങ്ങനോട് പറഞ്ഞത് ഇപ്പോഴാണല്ലോ. ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അതെങ്ങനെ കുറച്ചുകൂടി ഫലപ്രദമായി പുനരാവിഷ്കരിക്കാൻ കഴിയുമെന്ന് അവരോട് സംസാരിക്കും. ഇപ്പൊ നടന്നു വരുന്ന ഒരു രീതിയിലാണ് ഈ വർഷം അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പറഞ്ഞത് കൊണ്ട് തന്നെ അടുത്ത വർഷം നേരത്തെ പറഞ്ഞിരുന്നൊക്കെ നമുക്കൊന്ന് ആലോചിക്കാമല്ലോ. അതെ, നമ്മുടെ മീറ്റിങ്ങിൽ കൂടിയപ്പോ നമ്മുടെ ഈ സ്വാഗത സംഘ രൂപീകരണ യോഗം നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ അത്തരം ചർച്ചകൾ വന്നതെല്ലാം നമ്മളോട് ആലോചിച്ചിട്ടാണ് ഈ പുതിയ പരിപാടികൾ വെച്ചത്. അടുത്ത വർഷം തീർച്ചയായിട്ടും മാർക്കറ്റിംഗിന്റെ ഭാഗം കുറച്ചുകൂടി ഫലപ്രദമായി നടപ്പാക്കുന്നത് വെച്ചിട്ട് ഈ വനിതകളെ ആദരിക്കുന്നത് ഒരു വലിയ ചടങ്ങാണ്. അത് നമ്മുടെ ആദ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അടുത്ത വർഷങ്ങളിൽ അത് കുറച്ചുകൂടി ഫലപ്രദമായി കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്തുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയിൽ സംഭാവന നൽകിയ വനിതകളെ മാത്രമല്ല, അടുത്ത വർഷം പുരുഷന്മാരെയും നമ്മൾ ആദരിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ വർഷം തുടക്കമായതുകൊണ്ടാണ് അവരെ ആദ്യം വിളിക്കാം. ഇതിനകത്ത് വന്നൊരു പ്രശ്നം, ആദ്യത്തെ ഒരു പരിപാടി നമ്മളിങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ വലിയ ആവേശമാണ്, നല്ല രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചു. ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഈ യാത്ര ചെയ്യാനൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകളും, ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ചെയ്തതിൻ്റെതായ ചില പ്രശ്നമാണ്. എങ്കിലും ഇപ്പോ ഏതാണ്ട് 24 ആർട്ടിസ്റ്റുകൾ ഇവിടെ വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവരുമായിട്ടൊരു സംവാദം അല്ലെങ്കിൽ അവരുമായിട്ടൊരു ആശയവിനിമയം മീഡിയക്ക് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനവും നമ്മൾ 4 മണിയോടുകൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. Dear sir, dear madam, as a curator of this year's program, it has been my true pleasure, along with the dedicated team and the committee selection, to carefully choose the films that best showcase the incredible talent and innovation in cinema today. We are proud to present a lineup that reflects the very best of 2024 film production, highlighting a diverse range of voices, stories and creative approaches from filmmakers from over the world. I don't understand Malayalam, but apparently there was a question about market. Is it so? About marketing. So I just would like to put some to tell you some points about the market, as I'm collaborating with Sajid Karoun on that sense. In fact, we decided, of course, we called this
edition, market number 2. But in fact, you know, in order to install a market, we need to start step by step. And as you know, the budget was really reduced this year. And then we had to do our best with the budget to be able to invite some foreign professionals. They will be there. They will be giving tips and meeting the film director, independent film director, scriptwriter, in order to improve their skill and to be able to go overseas with their project. That's all I wanted to say regarding that question. മിസ് ഗോൾഡ സലാം നമ്മുടെ IFFK-യുടെ ക്യൂറേറ്ററാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ ക്യൂറേറ്ററായിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ള വിഖ്യാതയായിട്ടുള്ള ചലച്ചിത്ര വേദികളിൽ, ചലച്ചിത്ര ഉത്സവ വേദികളിൽ എന്നും പ്രാമുഖ്യം തെളിയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം കേരളത്തിലേക്ക് ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്തു. ചലച്ചിത്രമേളയ്ക്ക് ഒരു സ്ഥിരം വേദി എന്ന് പറഞ്ഞ് കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ്. ആ ഇടയ്ക്കൊക്കെ ഗവൺമെൻറ് പറയും എടുത്തവണ ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഇപ്പോഴും ആ ആലോചന അത് ചർച്ച ചെയ്തിരുന്നിട്ടില്ല. നമ്മള് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷവും നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. സിറ്റിക്കകത്തൊരു ഇത്രയും സിനിമ പ്രദർശിപ്പിക്കാനും ഇത്രയും ആളുകൾക്ക് വരാനും ഇത്രയും പാർക്കിങ്ങിനുള്ള സംവിധാനം, വലിയൊരു സ്ഥലം ആവശ്യമാണ്. ഇത്രയും ഒരു സ്ഥലം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥയല്ല. എന്തായാലും പറയട്ടെ, ഭാവിയിൽ എന്തായാലും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. ഭാവിയിൽ അതൊക്കെ വരും. കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. തിരുവനന്തപുരമാണ് ഇത് ബേസ് ചെയ്ത് ആരംഭിച്ചത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് തന്നെ നമ്മൾ അതിനൊരു സംവിധാനമാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ആലോചനയില്ലാഞ്ഞിട്ടല്ല. ഈ പ്രാവശ്യം നല്ല നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഒരു അവാർഡ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഇപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളത് നല്ല നിലയിൽ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചു. വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടി. അപ്പൊ ആ മേഖലയിൽ ഒരു പ്രോത്സാഹനം നല്ലതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അജയ് തീർച്ചയായിട്ടും നമ്മുടെ സമാപനത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ചെറിയൊരു ലഘുഭക്ഷണം ഉണ്ട്, കഴിച്ചിട്ട് പോവാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.